കേന്ദ്ര സമുദ്ര ഗവേഷണ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ചു വരുന്ന ശില്പശാല തുടരുന്നു. സമുദ്ര ജൈവ വൈവിധ്യവും പരിസ്ഥിതിയും എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ശില്പശാല സംഘടിപ്പിച്ചു വരുന്നത്. ഈ മാസം 13-ന് ആരംഭിച്ച ശില്പശാല 17-നാണ് അവസാനിക്കുക. സമുദ്ര മത്സ്യശാസ്ത്ര മേഖലയെയും ഓഷ്യാനോഗ്രഫിയെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഈ മേഖലയിലുള്ള ശാസ്ത്രജ്ഞന്മാരുടെ കൂട്ടായ്മ വികസിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് CMFRI ഡയറക്ടർ ഗ്രിൻസൺ ജോർജ് പറഞ്ഞു. നടന്നിട്ടുള്ള വേറൊരു ശാസ്ത്രശാഖയാണ് ഓഷ്യാനോഗ്രഫി. സമുദ്ര മത്സ്യശാസ്ത്രവും സമുദ്രശാസ്ത്രവും ഇത് രണ്ടും കൂടി ബന്ധിപ്പിക്കാനായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ശാസ്ത്ര വിദ്യാർത്ഥികൾ അങ്ങനെയുള്ള ഒരാൾക്കാരുടെ കൂട്ടായ്മ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉള്ള ഒരു ശ്രമമാണ് ഇപ്പൊ നടക്കുന്ന കപ്പാസിറ്റി ബിൽഡിംഗ് ഇനീഷ്യേറ്റീവ്. അപ്പം അതില് ചിലപ്പം സമുദ്ര മത്സ്യശാസ്ത്രം പഠിക്കുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും. അപ്പൊ അവർക്ക് സമുദ്രശാസ്ത്രവുമായിട്ട് ചില മേഖലകളിൽ പഠിക്കേണ്ടതിന്റെ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ നോളജ് ഗെയിൻ ചെയ്യുന്നതിന്റെ ആവശ്യകത വരുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇത്തരം മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള ലീഡേഴ്സ് ഇവിടെ വരുന്നു, സംസാരിക്കുന്നു, പുതിയ പുതിയ വെല്ലുവിളികൾ നമ്മൾ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. അങ്ങനെ വരുമ്പോഴൊരു മെഗാ പ്രോഗ്രാം ഒക്കെ ഇതിൽ നിന്ന് ഉരുത്തിരിയാനുള്ള ഒരു സാധ്യത കൂടുതലാണ്.